തട്ടിക്കൊണ്ടുപോകൽ എന്ന് കരുതിയ കേസാണ് അതിക്രൂര കൊലയിലേക്ക് വഴിമാറിയത്. കുഞ്ഞിനെ കൊന്ന ശേഷം അത് മറിക്കാനായി പരസ്പര വിരുദ്ധ മൊഴികൾ നൽകിയതിനൊപ്പം അച്ഛന്റെ തലയിൽ കുറ്റം കെട്ടിവെക്കാനടക്കം ദുരൂഹമായ ഒട്ടേറെ കാര്യങ്ങളും പ്രതി ചെയ്തു. ഇതിനെല്ലാം അമ്മയുടെ പിന്തുണയുണ്ടായിരുന്നോ എന്നാണ് ഇനി അറിയേണ്ടത്. എന്നാൽ കസ്റ്റഡിയിലെടുത്ത കുഞ്ഞിന്റെ അമ്മയെ വിട്ടയച്ചു. പുലർച്ചെ 5 മണിയോടെയാണ് മകളെ കാണാനില്ല എന്ന മാതാപിതാക്കളുടെ പരാതി ബാലരാമപുരം പോലീസിന് ലഭിക്കുന്നത്. ആദ്യ പരിശോധനയിൽ തന്നെ വീട്ടുമുറ്റത്തെ കിണർ മറച്ചിരിക്കുന്ന വല ഒരു ഭാഗത്ത് നീങ്ങിയിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. മൃതദേഹം ലഭിച്ചതോടെ കൊലപാതകി വീടിനുള്ളിൽ തന്നെയെന്ന് ഉറപ്പിച്ചു. സ്വന്തം കുഞ്ഞാണ് മരിച്ചതെന്ന ദുഃഖം തീരെയില്ലാതെ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു അമ്മയുടെയും അമ്മാവിന്റെയും ഭാഗത്ത് നിന്ന് പിന്നീടുണ്ടായത്. കുട്ടി ആ രാത്രി ആരുടെ കൂടെയാണ് കിടന്നതെന്ന് ചോദിച്ചപ്പോൾ പരസ്പര വിരുദ്ധ മൊഴികൾ നൽകി അച്ഛനെ സംശയ നിഴലിലാക്കാനായിരുന്നു ശ്രമം. ദേവേന്ദുവിന്റെ അമ്മ ശ്രീധുവിന്റെ പങ്കിന് തെളിവില്ലെന്ന് പോലീസ് പറഞ്ഞു. അമ്മയെ ആവശ്യമെങ്കിൽ പിന്നീട് ചോദ്യം ചെയ്യുമെന്ന് ഡിവൈഎസ്പി എസ് ഷാജി പറഞ്ഞു. അച്ഛനൊപ്പം ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ ഹരികുമാർ എടുത്തുകൊണ്ടുപോയി. അമ്മ ശുചിമുറിയിൽ പോയപ്പോൾ 6 മണി കഴിഞ്ഞ് കുഞ്ഞിനെ കിണറ്റിലിട്ടു എന്നാണ് അമ്മ മൊഴി നൽകിയത്. അമ്മാവൻ കിടന്ന കട്ടിൽ മണ്ണെണ്ണ ഒഴിച്ച് തീയിട്ട നിലയിലായിരുന്നു. പുറമേ നിന്ന് ആക്രമണം ഉണ്ടായെന്ന് വരുത്തി അന്വേഷണം വഴിതെറ്റിക്കാനായിരുന്നു ആ നീക്കം. വീടിനകത്തെ മുറിയിൽ കുരുക്കിട്ട 3 കയറുകൾ കെട്ടിത്തൂക്കി ആത്മഹത്യാ ശ്രമം എന്ന നാടകം കളിക്കാനും ശ്രമിച്ചു. എന്നാൽ അമ്മയുടെയും അമ്മാവിന്റെയും മൊബൈൽ ചാറ്റുകൾ പരിശോധിച്ചും 2 പേരെയും 2 മുറിയിലാക്കി ഒരേ ചോദ്യം ചോദിച്ചുമുള്ള അന്വേഷണത്തിലൂടെയും പോലീസ് പ്രതികളുടെ കള്ളക്കളികൾ പൊളിക്കുകയായിരുന്നു. സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ കുട്ടിയുടെ അമ്മയുമായിട്ടുണ്ടായിട്ടുണ്ട്. ഇതിന്റെ പേരിലാണ് കുഞ്ഞിനെ കൊന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടുതൽ വിവരങ്ങൾ ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തുവരും. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.